ഒരു പുതിയ മാസത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നു. കഴിഞ്ഞ 7 മാസം നടത്തിയ കർത്താവ് 8ാമത്തെ മാസമായ ഓഗസ്റ്റ് മാസത്തിലേക്ക് ദൈവം നമ്മെ നടത്തിക്കൊണ്ടുവന്നു. നമ്മുടെ പിതാക്കന്മാരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി ദൈവ സാന്നിധ്യത്തിൽ നടത്തി വാഗ്ദത്ത കനാനിൽ എത്തിച്ച കർത്താവ്, അവർക്ക് അവിടെ അവകാശം കൊടുത്ത കർത്താവ്, അവിടെയുള്ള ശത്രുക്കളെ നീക്കിക്കളഞ്ഞ കർത്താവ്, അവരെ അവിടെ ഉറപ്പിച്ചതുപോലെ ദൈവമായ കർത്താവ് ഈ ഓഗസ്റ്റ് മാസം നമ്മെ എത്തിച്ച, ഇവിടം വരെ എത്തിച്ച കർത്താവ് ഈ മാസത്തിൽ വേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നമുക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ദൈവമോ നമുക്ക് തൻ്റെ ആത്മാവിൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ കാണും. നമുക്ക് ആത്മാവിൽ അറിയാം ദൈവം നമുക്ക് വേണ്ടി ഇതെല്ലാം കരുതി വച്ചിരിക്കുന്നു. എന്നാൽ വേറെ ആർക്കും ഇത് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ പേരാണ് വിശ്വാസം. നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം ദൈവം നമുക്കിതെല്ലാം കരുതി വച്ചിരിക്കുന്നു എന്നുള്ള വലിയ ഉറപ്പാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ രഹസ്യം. നാം യേശുവിനെ ആരാധിക്കുന്നത് ഒരു നിയമം കൊണ്ടല്ല, യേശുവിനെ ആരാധിക്കുന്നത് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. നിയമത്തിൽ ആരാധിക്കുന്നവർ ഇടയ്ക്ക് ആരാധന നിർത്തും. സ്നേഹത്തിൽ ചെയ്യുന്നതെല്ലാം അത് തുടരുവാനിടയാകും. പുതിയ നിയമസഭ നിയമത്തിൻ്റെ കീഴെയാണോ? അതിനേക്കാൾ ഉപരി പറയാനുള്ളത് നിയമമുണ്ട്, അതിനേക്കാൾ വലുത് സ്നേഹമാണ്. ലോയല്ല, ലവ് ആണ് പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ വിജയരഹസ്യം. ഈ 8ാം മാസം വലിയ ദൈവപ്രവൃത്തി നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് 101ാമത്തെ ദിവസമാണ് 8 മണിക്കൂർ പ്രാർത്ഥനയിൽ. അതായത് 8 എന്ന ഒരു സംഖ്യ കടന്ന് കറങ്ങുന്നു എന്ന് ഒരിക്കൽ ഒരു വലിയ ദൈവദാസൻ പ്രവചനമായിട്ട് പറഞ്ഞു. അതിനുശേഷമാണ് ഈ 8 മണിക്കൂറുള്ള പ്രാർത്ഥനയെ ആരംഭിച്ചത്. ഓപ്പൺ ഹെവൻ എന്ന പേരിൽ 8 എന്ന ഒരു സംഖ്യയിലുള്ള പ്രാർത്ഥന, 8 മണിക്കൂർ പ്രാർത്ഥന. അത് 101ാം ദിവസമാണിന്ന്. മാത്രമല്ല ഈ ഓഗസ്റ്റ് മാസം 8ാം മാസമാണ്. ഈ 8ാം മാസം പ്രത്യേകമായ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും കർത്താവ് നമുക്കായി കരുതി വെച്ചിട്ടുണ്ട്. അത് പ്രാപിക്കുവാൻ തക്ക സമയത്ത് ഉയർത്തുന്ന കർത്താവിൻ്റെ കൈക്കീഴെ നമുക്ക് താണിരിക്കാൻ ഒരു ദിവസം പോലും പ്രാർത്ഥിക്കാതെ, ദൈവ സാന്നിധ്യത്തിലിരിക്കാതെ, വേദപുസ്തകം വായിക്കാതെ തള്ളി നീക്കരുത്. ഈ ആഴ്ച മാത്രമല്ല, ഈ മാസത്തിൻ്റെ ഓരോ ദിവസവും വളരെ മൂല്യമുള്ളതാക്കി നമുക്ക് മാറ്റാം. കർത്താവിൻ്റെ വലിയ പ്രവർത്തികളെ കാണാം. യേശുവിനെ ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. ഉന്നഴകാന കൺകൾ എന്നെ കണ്ടതാലേ முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். உன்னழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். யாரும் அறியாத என்னை நன்றாயறிந்தே தேடி வந்த நல்ல நேசரே. யாரும் அறியாத என்னை நன்றாயறிந்தே தேடி வந்த நல்ல நேசரே. உம்
അറിയപ്പെട്ട എന്നെ വേണ്ടുമെന്നു ചൊല്ലി ചേർത്തുകൊണ്ട നല്ല നേസരേ, അഴകാന കൺകൾ എന്നെ കണ്ടതാലേ முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். ஒன்றுமில்லாத என்னை உன் காருண்யத்தாலே உயர்த்தி வைத்த நல்ல நேசரே, ஒன்றுமில்லாத என்னை உன் காருண்யத்தாலே உயர்த்தி வைத்த நல்ல நேசரே, அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். யாரும் அறியாத என்னை நன்னாயறிந்த தேடி வந்த நல்ல நேசரே, யாரும் அறியாத என்னை நன்றாயறிந்து தேடி வந்த நல்ல நேசரே, அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായമാണല്ലോ നാം തുടരുന്നത്. 46 വരെ നമ്മൾ ധ്യാനിച്ചതാണ്. 47-ാം വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവനു വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ഒറ്റ അടിക്കത് കേട്ട് കഴിഞ്ഞാൽ ഏത് മനുഷ്യനും അതിൻ്റെ ആത്മീയ അർത്ഥം മനസ്സിലാക്കാതെ പോയാൽ തെറ്റിപ്പോവും. അതവിടെ സംഭവിച്ചു. എന്നാൽ യേശു എല്ലാം ഉപമ വഴി നേരിട്ട് ജനത്തോട് പറഞ്ഞു. അതിൻ്റെ കാരണം പോകാനുള്ളതെല്ലാം പോകണം, നിൽക്കാനുള്ളത് നിൽക്കണം. കാരണം നിത്യജീവൻ്റെ മൊഴികൾ യേശുവിൻ്റെ പക്കലുണ്ട്. യേശുവിൻ്റെ പ്രസംഗം കേട്ട് പോയതെല്ലാം നിത്യജീവനിൽ നിന്നാണ് പോയത്. യേശുവിൻ്റെ വചനം കേട്ട് നിന്നവരെല്ലാം നിത്യജീവൻ പ്രാപിക്കുക മാത്രമല്ല സമൃദ്ധിയായ ജീവനിലേക്ക് വന്നു. യേശു പറഞ്ഞു, എൻ്റെ മാംസം നിങ്ങൾ തിന്നണം. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു. അത് സ്വർഗസ്ഥനായ പിതാവാണ് നിങ്ങൾക്ക് തന്നത്, മോശയല്ല. ഇതാ സ്വർഗത്തിൽ നിന്ന് പിതാവ് അയച്ചിട്ട് വന്നിരിക്കുന്ന പുത്രൻ്റെ മാംസം നിങ്ങൾ തിന്നണം. ഈ വാക്ക് അവരെ വളരെയധികം ചൊടിപ്പിക്കാനിടയായി. അടുത്ത വാക്യം 52 മുതൽ വായിക്കുമ്പോൾ, ആകയാൽ യഹൂദന്മാർ നമുക്ക് തൻ്റെ മാംസം തിന്നുന്നതിന് തരുവാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു എന്ന് തമ്മിൽ വാദിച്ചു. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു,
നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. നേരത്തെ മാംസം തിന്നാനാ പറഞ്ഞു, ഇപ്പോഴത്തെ രക്തം കുടിക്കാനും കൂടി പറഞ്ഞു. ഇവരാകെ കൺഫ്യൂഷനാണ്. അതായത് പിതാവ് ആകർഷിച്ചിട്ട് വരാത്ത ഒരു വ്യക്തിക്കും ഈ ദൈവവചനം ഗ്രഹിക്കാൻ കഴിയില്ല. ദൈവവചനം ഗ്രഹിക്കുന്നത് പിതാവ് വെളിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് യേശു പത്രോസിനോട് ചോദിച്ചു, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് ഫിലിപ്പിൻ്റെ കൈസരയിൽ ആ സ്ഥലത്ത് എത്തിയപ്പോൾ, ആ ജംഗ്ഷൻ അവിടെ എത്തിയപ്പോൾ ചോദിച്ചു, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ചിലർ ആ പ്രവാചകൻ, ചിലർ ഏലിയാവ്, ചിലർ സ്നാപ യോഹന്നാൻ മരിച്ചവരുന്ന് എഴുന്നേറ്റു എന്നൊക്കെ പറയുന്നു. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഉടനെ പത്രോസ് പറഞ്ഞു, അല്ലെങ്കിൽ ശീമോൻ പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഉടനെ യേശു പറഞ്ഞു, ബറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ. അതായത് നീ അനുഗ്രഹീതൻ. ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്. ജഡരക്തങ്ങൾ വെളിപ്പെടുത്തിയാൽ നിനക്ക് എന്നെ ആ നിലയിൽ കാണാൻ കഴിയില്ല. സ്വർഗസ്ഥനായ പിതാവ് അത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. അതായത് ആകർഷിക്കുന്നതും കൊണ്ടുവരുന്നതും, യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത് പിതാവാണ്, വെളിപ്പെടുത്തുന്നതും പിതാവാണ്. അതുകൊണ്ടാണ് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ പുത്രൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. നിങ്ങൾ വന്നവരാണോ, നിങ്ങൾ തന്നെ വന്നവരാണെങ്കിൽ തിരിച്ചു പോകും. എന്നാൽ പിതാവ് കൊണ്ടുവന്നവരാണെങ്കിൽ ഞാൻ പറയുന്ന ഏത് വചനവും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയും. കാരണം സ്വർഗസ്ഥനായ പിതാവ് അത് നിങ്ങൾക്ക് ഗ്രഹിപ്പിച്ചു തരും. പലരും ദൈവസന്നിധിയിൽ വന്നിട്ടും ഇത് ഗ്രഹിക്കുന്നില്ലെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്കിത് മനസ്സിലാകുന്നില്ല. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ, ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ലഭിച്ചു എന്നുള്ളതാണ് പുതിയ നിയമം, ലഭിക്കും എന്നുള്ളത് പഴയ നിയമം. ഒരു കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഒരു രാജാവ് നീതിയോടെ വാഴും. ഒരുവൻ ഈ ഭൂമിയിൽ വന്ന് ജീവനെ തരും. അതാണ് സംഭവിക്കും എന്ന് പറയുന്നത് പഴയ നിയമം. സംഭവിച്ചിട്ട് 2000 വർഷമായി എന്ന് മനസ്സിലാക്കി തരുന്നത് പുതിയ നിയമം. അതായത് യേശു തൻ്റെ ജീവൻ നമുക്ക് തന്നു. തൻ്റെ ശരീരവും രക്തവും നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. ശരീരം തകർക്കാൻ ഏൽപ്പിച്ചു, രക്തം ചിന്തുവാൻ ഏൽപ്പിച്ചു. അതിൻ്റെ അർത്ഥം ജീവൻ നമുക്ക് തന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവൻ കൊണ്ട് ഈ ഭൂമിയിൽ നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയില്ല. ആ ജീവിതം നമ്മെ മരണത്തിലേക്ക്, ശാപത്തിലേക്ക്, രോഗത്തിലേക്ക് കൂടുതൽ നയിക്കും. എന്നാൽ യേശുവിൻ്റെ ജീവനെ നമ്മൾ വിശ്വാസത്താൽ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറയുമ്പോൾ, യേശുവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ പിന്നെ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ്. അപ്പം എൻ്റെ ജീവൻ സമം ക്രിസ്തുവിൻ്റെ ജീവൻ. യേശു ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിലുണ്ടെങ്കിൽ യേശുവിനെ പോലെ എനിക്ക് ജീവിക്കാൻ കഴിയും. അതായത് പൂച്ചയ്ക്ക് പുലിയുടെ ജീവൻ കൊടുത്താൽ എങ്ങനെയുണ്ടാകും? ഒരു പൂച്ചയ്ക്ക് സിംഹത്തിന്റെ ജീവൻ ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാകും? അത് സിംഹം പോലെ വളരും. ആ ജീവൻ അതിനെ വലുതാക്കും. ഒരു കടുകുമണി എത്ര ചെറുതാണെങ്കിലും അത് നിലത്തിട്ട് കഴിയുമ്പോൾ വളർന്ന് വലിയ കൊമ്പുകൾ പുറപ്പെടുവിക്കുന്നു. ആകാശത്തിലെ പറവകൾ വന്ന് അതിൽ ചേക്കേറുന്നു. യേശു പറഞ്ഞു, ചെറുത്, എന്നാൽ അതിന് ജീവനുണ്ട്, അത് വളരും. അതുകൊണ്ട് യേശു പറഞ്ഞു, കോതമ്പ് മണി നിലത്ത് വീണ് ചത്താൽ അധികം വിളവുണ്ടാകും, ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് യേശുവിൻ്റെ ജീവൻ നമുക്ക് തരാൻ. ഒന്നും കൂടി എടുത്തു പറഞ്ഞാൽ, യേശുവിൻ്റെ ജീവിതം. അതായത് യേശു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ കഴിയും. അതാണ് ജീവൻ, സമൃദ്ധിയായ ജീവൻ. യേശുവിൻ്റെ ജീവൻ സമം സമൃദ്ധമായ ജീവൻ. അതിൽ മരണമില്ല, അതിൽ രോഗമില്ല, അതിൽ ശാപമില്ല, അതിൽ ബന്ധനമില്ല. യേശുവിൻ്റെ ജീവിതം നമുക്ക് കിട്ടുന്നു.
പൂച്ചയ്ക്ക് സിംഹത്തിൻ്റെ ജീവിതം കിട്ടിയാൽ എങ്ങനെയുണ്ടാവും? പൂച്ച രാജാവാകും, കാടിനെ അടക്കി വാഴും. നാട്ടിലെ നമ്മുടെ അടുക്കളയിൽ നിന്ന് അവൻ പോയി കാട്ടിലെ രാജാവാകും. അവനെ നാട്ടിൽ ഒതുക്കാൻ പറ്റില്ല, വീട്ടിലെ അടുക്കളയിൽ ഒതുക്കാൻ പറ്റില്ല. അവൻ്റെ ജീവിതം സിംഹത്തിൻ്റെ ജീവിതമാണ്. അതുകൊണ്ട് സിംഹത്തിൻ്റെ ജീവൻ പൂച്ചയ്ക്ക് വന്നാൽ സിംഹത്തിൻ്റെ ജീവിതം പോലെ അവൻ്റെ മനോഭാവം മാറും. ഞാനിവിടെ കിടന്ന് മ്യാവൂ മ്യാവൂ എന്ന് പറയാനുള്ളതല്ല, ഞാൻ ഗർജിക്കാനുള്ളതാണ്. അവൻ്റെ സ്വരം തന്നെ മാറും. ഒരു പ്രാവശ്യം ഒന്ന് ഗർജിക്കുമ്പോൾ തന്നെ വീട്ടിലെ കൊച്ചമ്മ പറയും, എൻ്റെ പൊന്നു കുഞ്ഞെ ഇതിനെ ഒന്ന് കൊണ്ടുപോയി വെളിയിക്കള, എനിക്ക് പേടിയാകുന്നു. പൂച്ചപ്പം മ്യാവ് പറയുന്നില്ല, ഗർജിക്കുകയാണ്. അതിനെ അടുക്കളയിൽ നിന്ന് മെയിൻ ഹാളിലോട്ട് കൊണ്ടുവന്ന് അവിടെ നിന്ന് മുറ്റത്താക്കി, മുറ്റത്തുനിന്ന് നാട്ടിൽ വെളിയിലാക്കി, കോമ്പൗണ്ടിന് വെളിയിലാക്കി, നാട്ടുകാർ ചേർന്ന് അതിനെ കാട്ടി കൊണ്ടുപോയി. കാരണം എന്താണ്? ഓരോ ദിവസം കഴിയുന്തോറും അത് ആ ദേശത്തുള്ള പട്ടിയെല്ലാം ആക്രമിച്ച് കൊന്നുകളയുകയാണ്. കാരണം അതിൻ്റെ ജീവിതം വേറെയാണ്. അത് സിംഹം ഇരപിടിച്ച് കയറുന്നു. അതിൻ്റെ ലൈഫ് സ്റ്റൈലേ മാറി. ഞാനൊരു ഭാവന പറഞ്ഞതാ. ഇതുപോലെയാണ് യേശുവിൻ്റെ ജീവിതം നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ജീവിതം നമ്മെ യേശുവിനെ പോലെയാക്കും. അതാണ് അതിൻ്റെ അർത്ഥം. 1 കൊരിന്ത്യർ 11:23 എന്താണ്? ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടാനുള്ള എൻ്റെ ശരീരം, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഭക്ഷിപ്പിൻ. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം യേശു പാനപാത്രം എടുത്തു, ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമമാണ്, ഇത് കുടിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. തന്നെത്താൻ ശോധന ചെയ്യണം, എന്നിട്ട് വേണം ഈ അപ്പം ഭക്ഷിപ്പാനും പാനപാത്രത്തിൽ നിന്നും കുടിപ്പാനും. ശോധന ചെയ്യണം. എന്തിനു വേണ്ടിയാണ് ഇത്? അയോഗ്യമായി ഇത് കഴിക്കരുത്, യോഗ്യമായി ഇതിനെ സ്വീകരിക്കണം. യേശുവിനെ സ്വീകരിച്ചവർ അതിൻ്റെ യോഗ്യത മനസ്സിലാക്കി, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി. യേശു പറയാണ്, എൻ്റെ മാംസം നിങ്ങൾ തിന്നണം, എൻ്റെ രക്തം നിങ്ങൾ കുടിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം നിങ്ങൾക്ക് കിട്ടണം. അപ്പൊ ദൈവം ഒന്നാമത്തെ ആദാമിൻ്റെ പരാജയത്തിന് പകരം ഒടുക്കത്തെ ആദാമിനെ അയച്ചു. എന്തിനാണ്? ഒന്നാമത്തെ ആദാമിൻ്റെ തലമുറയ്ക്ക് ഒടുക്കത്തെ ആദാമിൻ്റെ ജീവൻ തന്നു, ജീവിതം. ആദാമിനൊരു ജീവിതം ഉണ്ടായിരുന്നു. ഏദൻ പർദീസയിൽ ഭൂമി അടക്കി വാഴുന്ന ഒരു രാജാവായിരുന്നു ആദാം. എല്ലാവരെയും അവൻ അടക്കി വാഴണം. അവൻ രാജാവായിരുന്നു, പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ രാജാവായിരുന്നു. സകല മൃഗങ്ങൾ അവൻ്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ചു. അവനിട്ടതെല്ലാം അവർക്ക് പേരായി. ദൈവം അവനെ ഉറക്കി. അവൻ്റെ ഒരു അസ്ഥി എടുത്ത് ഒരു സ്ത്രീയാക്കി. അവൻ ഉണർന്നപ്പോൾ പറഞ്ഞു, ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാണ്. നരനിൽ നിന്ന് എടുത്തതുകൊണ്ട് ഇവൾക്ക് നാരി എന്ന് പേരാകും. എല്ലാം അവൻ ഉറങ്ങിയപ്പോഴും അവന് കാര്യങ്ങൾ അറിയാം. അവനൊരു ആത്മാവായിരുന്നു, അവന് കാര്യങ്ങൾ അറിയാം. ഈ ഭൂമിയിലെ രാജാവായിരുന്നു. അവൻ്റെ അധികാരം അത്ര വലുതായിരുന്നു. എന്നാൽ അത് ഒരു ചതിയിലൂടെ പിശാച് തകർത്ത് ആ രാജ്യത്തെ മുഴുവൻ അവൻ അടക്കിയെടുത്തു. എന്നിട്ട് ഈ ലോകത്തിൻ്റെ ദൈവം എന്ന പേരിൽ അവൻ വാഴാൻ തുടങ്ങി. മനുഷ്യന്റെ അധികാരം മുഴുവൻ പിടിച്ചെടുത്തു. എന്നാൽ യേശു വന്ന് ജീവൻ തന്നത് എന്തിനാണ്? മനുഷ്യനിലേക്ക് ഈ ജീവിതം വന്നു കഴിയുമ്പോൾ പിശാച് കൊണ്ടുപോയതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും, വിശ്വാസത്താൽ. അതുകൊണ്ട് ആ യോവേൽ പ്രവചനത്തിൽ പറയുന്നത്, പച്ചപ്പുഴുവും വിട്ടിലും വെട്ടുക്കിളിയൊക്കെ കുത്തിക്കളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ഞാൻ മടക്കി തരും, എല്ലാം മടക്കി പിടിക്കും. അതുകൊണ്ട് കുറെ ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒന്നുമല്ല, നമ്മുടെ ജീവിതം അതാണ്. എല്ലാം തിരിച്ചു പിടിക്കുന്ന ഒരു ജീവിതം, തിരിച്ചു പിടിക്കുന്ന രാജാവിൻ്റെ സ്വഭാവമാണ്. യേശു രാജാവാണ്, അവൻ രാജാതി രാജാവാണ്. രാജാവിൻ്റെ ജീവിതം നമ്മെ വിട്ടുപോയി, അതാണ് ആദാം. എന്നാൽ പകരം കിട്ടിയത് രാജാതി രാജാവിൻ്റെ ജീവിതമാണ്. ഈ അർത്ഥത്തിൽ വേദപുസ്തകം മനസ്സിലാക്കിയില്ലെങ്കിൽ ആകെ ആശയക്കുഴപ്പമായിരിക്കും.
ഇവിടെ നോക്കിയേ, എൻ്റെ മാംസം, 54 വാക്യം, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ അവന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ ജീവിതം എന്തിനാണ്? ഈ ഭൂമിയിൽ രാജാവായിട്ട് മാത്രം ജീവിക്കാനാണോ? സ്വർഗത്തിലും യേശുവിൻ്റെ കൂടെ വാഴാനാണ്. അതായത് രക്ഷിക്കപ്പെട്ട ഒരാൾ വാഴ്ച തുടങ്ങി എന്ന സത്യം വേദപുസ്തകം നമ്മളോട് പറയുന്നു. അപ്പോൾ വാസ്തവമായിട്ട് നമ്മൾ സത്യം അറിയുമ്പോൾ സത്യം നമ്മെ സ്വതന്ത്രമാക്കുന്നു. ഈ സത്യങ്ങളെ പല നാടുകളിൽ നിന്ന് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഈ ഓഗസ്റ്റ് മാസം മുതൽ നിങ്ങളുടെ വാഴ്ചയുടെ മാസമാണ് നിങ്ങൾ വിശ്വസിക്കുക. നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു വേദപുസ്തകം, അതുപോലെ ആയിരിക്കും നമ്മുടെ വിടുതലും. നമ്മുടെ വിശ്വാസം അതിലൂടെ ജ്വലിക്കാനിടയാം. നമ്മൾ കഴിഞ്ഞ 7 മാസം വിശ്വസിച്ചതിനേക്കാൾ നാം കാര്യങ്ങളെ മനസ്സിലാക്കണം ബൈബിളിൽ നിന്ന്. അതിനാണ് ജീസസ് എവരിഡേ എന്ന ഈ പേരിൽ ഈ പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നത്. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അടുത്തത് 55, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാണ്. നമുക്ക് ഭക്ഷിക്കണം, പാനം ചെയ്യണം, എന്നാലേ ജീവൻ നിലനിർത്താൻ കഴിയും. ഇതുപോലെ യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് നമ്മുടെ ജീവൻ. അതായത് യേശുവിൻ്റെ ജീവിതം നമ്മളിൽ വർദ്ധിച്ചു വരണം. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്തൃമേശ എടുക്കണമെന്ന്, നിങ്ങൾ കൂടി വരുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ഈ ഒരു ധ്യാനം നമ്മുടെ ജീവിതത്തെ വളരെ സ്ട്രോങ് ആക്കി മാറ്റും. അതുകൊണ്ട് എനിക്കറിയാവുന്ന ചില ദേവദാസന്മാരുണ്ട്, അവർ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് എല്ലാ ദിവസവും കർത്തൃമേശ എടുക്കുന്നവരുണ്ട്. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് കർത്തൃമേശ എടുക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. വ്യക്തിപരമായി കർത്തൃമേശ എടുക്കുന്നവരുണ്ട്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണെങ്കിൽ അതിലൊരു സമൃദ്ധി ഉണ്ടാകും. അതൊരു ആക്ഷൻ കൂടിയാണ്. അത് പുതിയ നിയമസഭയ്ക്ക് ഒരിക്കൽ സ്നാനവും കൂടി വരുമ്പോൾ കർത്തൃമേശയുമുണ്ട്. എപ്പോഴും ഓർക്കേണ്ടത് എന്താണ്? ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. ഈ അർത്ഥം ഈ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയവർക്കായി സ്തോത്രം. എന്നാൽ അന്ന് കൂടി വന്ന പലരും യേശുവിനെ വിട്ടുപോയി. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കണം. ഇത് ഗ്രഹിക്കാൻ കഴിയാത്തവർക്ക് ഈ കൂട്ടായ്മയിൽ സന്തോഷിക്കാൻ കഴിയില്ല. യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ ഫെലോഷിപ്പ് അനുഭവിക്കണമെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരുമാകണം. കർത്താവിൽ ആനന്ദിക്കാൻ കഴിയും. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ചില ഭാഗങ്ങൾ കൂടി തുടരണം. ഇന്ന് ഈ കേട്ടത്, ഈ ഓഗസ്റ്റ് മാസം ആദ്യ ദിവസം കേട്ടത്, എന്നിൽ രാജാവിൻ്റെ ജീവനുണ്ട്, ജീവിതമുണ്ട്. ഇനി മുതൽ ഞാൻ ജീവിക്കേണ്ടത് രാജാവിനെ പോലെയാണ്. യേശു ജീവിച്ചത് രാജാവിനെ പോലെയാണ്. അവൻ ആരെ ആശ്രയിച്ചില്ല. അവൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് മാത്രം പോകും. രാജാതിരാജാവായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക്. മനുഷ്യരെ ആശ്രയിച്ചില്ല, മനുഷ്യരിൽ ഒന്നും പ്രതീക്ഷിച്ചില്ല. ജീവിതം മുഴുവൻ രാജകീയമായിരുന്നു. ഏറ്റവും ഒടുവിൽ പിലാത്തോസ് ചോദിച്ചു, നീ രാജാവാകുന്നു? യേശു പറഞ്ഞു, ഞാനാകുന്നു. എപ്പോഴും ഈ ബോധ്യത്തിൽ ജീവിക്കാൻ, ഒരു രാജാവിൻ്റെ മകൻ എന്ന നിലയിൽ ജീവിക്കാൻ, വ്യത്യസ്തമായ ചിന്താഗതിയിൽ ജീവിപ്പാൻ, എല്ലാവരിലും ഒരാളല്ല ഞാൻ രാജാവിൻ്റെ മകളാണ്, മകനാണെന്നുള്ള ജീവിത ശൈലി നമുക്കുണ്ടാകട്ടെ. അതിനുള്ള വെളിപ്പാട് ദൈവം തരട്ടെ. പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഇത് കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കും അസാധാരണമായ വെളിപ്പാടുകളും ദർശനങ്ങളും ഉണ്ടാകട്ടെ. രാജാവിനെ പോലെ ഓരോരുത്തരും ജീവിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ജീവിതം കൊണ്ട് ഓരോ വ്യക്തികളുടെയും ജീവിത ശൈലി, മനോഭാവം തന്നെ മാറട്ടെ. പുതിയ മനസ്ഥിതികൾ ഉണ്ടാകട്ടെ. ഞാനൊരു അടിമയാണ്, ഞാൻ രോഗിയാണ്, ഈ മനോഭാവം മാറി ക്രിസ്തുവിലുള്ള പുതിയ മനുഷ്യൻ, ആധികാരികമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെന്ന് ബോധത്തിൽ ജീവിച്ച് രോഗങ്ങളെ സൗഖ്യമാക്കട്ടെ. ബന്ധനങ്ങളെയെല്ലാം ശിംശോൻ കുടഞ്ഞതുപോലെ കുടഞ്ഞു കളയട്ടെ. പൗലോസ് തീയിലേക്ക് പാമ്പിനെ കുടഞ്ഞതുപോലെ ഇപ്പോൾ കടിച്ചു തൂങ്ങിയിരിക്കുന്ന എല്ലാ രോഗബന്ധനങ്ങൾ, ശാപങ്ങൾ, എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളെ കുടഞ്ഞു കളയട്ടെ.
തൻ്റെ മേലുള്ള അധികാരം അവർ തിരിച്ചറിയട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ എല്ലാ ദിവസവും യേശു കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കുമാറാകട്ടെ. നാളെ നമുക്കൊരുമിച്ച് കാണാം. ഈ ദൈവവചന ധ്യാനം നിങ്ങൾക്ക് വളരെ 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 പ്രയോജനം ചെയ്യും. നിങ്ങളുടെ ജീവിതം തന്നെ മാറും. ക്രിസ്തുവിലുള്ള വെളിപ്പാട് നിങ്ങളെ പുതിയ ഒരു അനുഭവത്തിലേക്ക് നയിക്കും. മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ പുതിയ മാസം ഒരു വലിയ ദൈവപ്രവൃത്തിയെ ഓരോ ദിവസവും നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാപിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.